ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർക്ക് മുമ്പിൽ എങ്ങനെയാണ് ഇന്ത്യൻ യുവത തലകുനിച്ചു നൽകുക? അപ്പോ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ അഭിമാനം പണയം വെക്കാൻ തയ്യാറല്ല എന്നതാണ് പുതിയ തലമുറ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എസ് ശ്യാംപ്രസാദിനൊപ്പമാണ് വൺ ന്യൂസ് ഇപ്പോഴുള്ളത്. ഡൽഹിയിൽ CJP നടത്തിയ സമരം അതൊരു ലോകം മുഴുവൻ ചർച്ച ചെയ്ത സമരമാണ്. ആ സമരത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ഐഷ ഘോഷ്, അതായത് SFIയുടെ ദേശീയ നേതാവാണ്, അവരെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് വരുന്നു. കേരളത്തിലാണെങ്കിൽ സമരത്തെ പിന്തുണച്ച ഒരു 5000 പേർക്കെതിരെ കേസുണ്ടാകുന്നു എന്ന രീതിയിലുള്ള ആരോപണം ഉയരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സമരം എല്ലാവരും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ജന്തർ മന്ദറിലുണ്ടായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ലോകത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടതായി വരികയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടതായും വന്നു. ആ സമരത്തിനകത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പകപോക്കലിന്റെ ഭാഗമായി കേസെടുക്കുകയില്ല, കേസുകളിൽ തുടർ നടപടികൾ ഉണ്ടാവുകയില്ല എന്നെല്ലാം ഉറപ്പ് നൽകിയ BJP ഗവൺമെന്റ് ഇന്ന് അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ സമരത്തിന് നേതൃത്വം നൽകിയ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷ ഘോഷ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കൾക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെമ്പാടും ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കുമെതിരെ BJP ഗവൺമെന്റുകൾ ഒരു വേട്ടയാടലിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേട്ടയ്ക്ക് BJP ഗവൺമെന്റുകളാണ് രാജ്യത്തെമ്പാടും നേതൃത്വം നൽകുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ അതിന് നേതൃത്വം നൽകുന്നത് UDF ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ BJP എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് അടിച്ചമർത്താനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുമാണ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് ഫാസിസ്റ്റ് തന്ത്രമാണ്. ആ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോകില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർക്ക് മുമ്പിൽ എങ്ങനെയാണ് ഇന്ത്യൻ യുവത തലകുനിച്ചു നൽകുക? അപ്പോ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ അഭിമാനം പണയം വെക്കാൻ തയ്യാറല്ല എന്നതാണ് പുതിയ തലമുറ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതിന്റെ പകപോക്കലിന്റെ ഭാഗമായാണ് ഇപ്പോ RSSും BJPയും വേട്ടയാടലുകളുമായി കേസെടുത്ത് അവരെ ജയിലിലടക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയ ഐഷ ഘോഷിനെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവരെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അതിന്റെ തുടർച്ചയിൽ പരിശോധിച്ചാൽ BJP ഇതര ഗവൺമെന്റുകളെ സംബന്ധിച്ച് നോക്കിയാൽ കേരളത്തിലാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ഈ ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരം നടത്തിയവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5000 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഇവിടുത്തെ UDFന്റെ മുഖ്യമന്ത്രി ഈ സമരരംഗത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൂടി ഒരു സമരം കേസ് വേണ്ടി വരില്ലേ എന്ന് ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെ എല്ലാവർക്കെതിരെ എന്റെ ചോദ്യം വെറും ചോദ്യമല്ല, മുഖ്യമന്ത്രി അതുപോലെ KC വേണുഗോപാൽ അങ്ങനെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതിന് പിന്തുണച്ചുകൊണ്ടാണ്. പിന്നെ അവർക്കെതിരെ ഒന്നും കേസില്ല. ഈ 5000 പേർക്കെതിരെ കേസ് എന്താണെന്നൊരു ചോദ്യം കൂടി വരുള്ളൂ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ആ സമരമുഖത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഐക്യദാർഢ്യ സമരത്തിനകത്ത് പെട്ടുപോയ മനുഷ്യനാണ്, അബദ്ധത്തിൽ വീണുപോയതാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിന് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നേതാക്കളെ ആകെ വിളിച്ചുകൂട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജന്തർ മന്ദറിലെ സമരത്തിന് ഒരു ഐക്യദാർഢ്യ പരിപാടി നടത്തുകയാണ് ഉണ്ടായത്. ആ ഐക്യദാർഢ്യ പരിപാടിക്കാണ് VD സതീശനും KC വേണുഗോപാലും എല്ലാം അബദ്ധത്തിൽ വീണുപോയത്. അങ്ങനെ അബദ്ധത്തിൽ ആ സമരമുഖത്ത് ചെന്നതിന്റെ എല്ലാ കാഴ്ചകളും ഈ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് മുഖം താഴ്ത്തിപ്പിടിച്ച് വളരെ വിഷമത്തോടുകൂടി നഖം കടിച്ച് ആകെ ഒരു വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ സമരത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അബദ്ധത്തിൽ അദ്ദേഹം അവിടെ സമരത്തിൽ ചെന്നുപെട്ടതാണ്. അദ്ദേഹം ഇപ്പൊ അതിന്റെ ഒരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ RSSനെയും BJPയെയും നരേന്ദ്രമോദിയെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്
കേരളത്തിൽ 5000-ത്തിലധികം പേർക്കെതിരെ ഞാൻ കേസെടുത്തിട്ടുണ്ട് എന്ന് RSSന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നതിന്, വീമ്പ് പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ കേസും നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള കേസും നടപടികളുമായി മുന്നോട്ട് പോയി ഈ രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഉയർത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു മുദ്രാവാക്യത്തെ ഇല്ലായ്മ ചെയ്യാനോ തകർക്കാനോ അടിച്ചമർത്താനോ സാധിക്കുകയില്ല. ബ്രിട്ടീഷുകാരോട് പൊരുതി ജയിച്ച യുവതയും രാജ്യത്തെ ജനതയുമാണ് നമുക്കുള്ളത്. അതാണ് നമ്മുടെ കരുത്ത്. ഇനി ഒരു BJP ഗവൺമെന്റിന് മുമ്പിൽ ഇവിടെ മുട്ടുമടക്കി ഈ നാടിനകത്തെ മുന്നോട്ട് പോകാൻ യുവജനങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇക്കഴിഞ്ഞ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി യുവജന സമരം എന്ന് നമുക്ക് കാണാനാകണം. ഈ സമരം ഇപ്പോൾ ഈ അറസ്റ്റുകൾ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഭയപ്പെടുത്തി നിശബ്ദരാക്കൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിപ്പോ ഈ CJPയുടെ നേതാവ് തന്നെ പറഞ്ഞു ഇങ്ങനെ FIR ഇടാൻ പാടില്ല ഇതൊക്കെ. എന്നാലും ഇവിടെ കേരളത്തിൽ തന്നെ നടക്കുമ്പോൾ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് UDF ഗവൺമെന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുറെ ആക്ഷേപം ഉന്നയിച്ചവരാണ്. അപ്പൊ ഈ ഭയപ്പെടുത്തലുകൾ ഇതൊക്കെ സംഭവം പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇതുപോലെ യുവജനങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ഒരു വലിയ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു മുന്നോടിയാവാം എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവർ തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന്, രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. 1 വർഷത്തോളം നീണ്ടുനിന്ന കർഷകരുടെ പ്രക്ഷോഭം നമ്മൾ കണ്ടു. ഇപ്പോഴിതാ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയിട്ടുള്ള സമരം. ഇനി അതിന്റെ തുടർച്ചയിൽ E20 പെട്രോൾ, എഥനോൾ കലർത്തിയ പെട്രോൾ രാജ്യത്തെമ്പാടും വ്യാപകമാക്കിയതിന് പുറകിലുള്ള സാമ്പത്തിക താല്പര്യവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രക്ഷോഭത്തിന് ഇപ്പോ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തെമ്പാടും അലയടിച്ചുയർന്നു വരുന്ന സമയത്ത് അതിനെയെല്ലാം ഭയപ്പെടുത്തി അടിച്ചമർത്താനുള്ള പരിശ്രമമാണ് BJP ഗവൺമെന്റ് നടത്തുന്നത്. അങ്ങനെ അടിച്ചമർത്തി അതോടൊപ്പം തന്നെ ഈ നാടിനകത്തെ പ്രക്ഷോഭങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്ന RSSന്റെയും BJPയുടെയും വ്യാമോഹത്തിന് ചൂട്ട് കത്തിച്ച് കൂടെ നിൽക്കുകയാണ് കേരളത്തിലെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ്. അതിനെതിരായി ഈ നാടിനകത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരിക തന്നെ ചെയ്യും. ഏതായാലും സമരം എന്നത് ലോകം ചർച്ച ചെയ്തതാണ്. CJPയുടെ സമരമാണെങ്കിലും ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ അവിടെ സമര മുഖത്തുണ്ടായിരുന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആ ഐക്യദാർഢ്യത്തിന്റെ കഥകൾ അദ്ദേഹം തന്നെ പറഞ്ഞു. പ്രേക്ഷകർക്ക് അത് കേൾക്കാമല്ലോ, പിന്നെ കേട്ട് കാണും പ്രേക്ഷകര്. അപ്പൊ ഈ സമരമൊക്കെ വിജയിച്ച് ഇനിയിപ്പോ നിശബ്ദരാക്കിയാലാണ് ഇനി ഇങ്ങനെ ഒരു ഉയർപ്പ് ഉണ്ടാവാതിരിക്കുക എന്നതുകൊണ്ടായിരിക്കാം ഈ ഭയപ്പെടുത്തുക എന്ന തരത്തിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാവുന്നുണ്ട്. ഏതായാലും സമരങ്ങളൊക്കെ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതൊക്കെ ഏറ്റവും ഇന്നത്തെ ഈ ഇന്ത്യ ആവശ്യപ്പെടുന്ന ചില എന്താ പറയാ ഏറ്റവും എല്ലാ ജനങ്ങളുടേതായ ആവശ്യങ്ങൾക്കുള്ള സമരങ്ങളായി തന്നെയാണ് മാറുന്നത്. ഇനി ഈ എഥനോൾ കലർത്തിയ പെട്രോളിനെതിരെയുള്ള സമരം വരാൻ പോകുന്നു. അപ്പൊ എല്ലാം കൃത്യമായി പരിശോധിച്ച് നടപടികളും പരിഹാരങ്ങളും ഉണ്ടായാൽ സമരത്തിന്റെ ആവശ്യം വരുമല്ലോ. പക്ഷെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നത് ഒരുപക്ഷെ യുവജനങ്ങൾ അംഗീകരിക്കില്ല, വിദ്യാർത്ഥികൾ അംഗീകരിക്കില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ഡൽഹിയിൽ നടന്ന സമരമെന്നാണ് എനിക്ക് പറയാനുള്ളത്, പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്, പൊതുസമൂഹത്തിന് പറയാനുള്ളത്. രാജ്യം സുശക്തമായി മുന്നോട്ട് പോകണം. കേരളവും സുസംഘടിതമായ എല്ലാവർക്കും വേണ്ടപ്പെട്ട രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.